ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഒരു പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു. അങ്ങനെ ഒടുവിൽ 2026 സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് എല്ലാവർക്കും ഒരു മൈൻഡ് ഉണ്ടായിരുന്നു 2026 ആവട്ടെ, എന്നിട്ട് നന്നാവാം, എന്നിട്ട് സൂപ്പറാക്കാം, എന്നിട്ട് അടിപൊളിയാക്കാം, കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൈനലി നമ്മളൊരു സത്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, 2026 ആയി. ഇനി നമ്മളിങ്ങനെ കുറേ ലാഗ് അടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ എനിക്കും കുറേ പ്ലാൻസ് ഉണ്ട്, കുറേ അതൊക്കെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്കും കുറേ ആഗ്രഹങ്ങളും റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റെസൊല്യൂഷൻ വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നമുക്ക് വെറുതെ ഇങ്ങനെ വായിച്ചു വെക്കാം ആർക്കൊക്കെ എന്തൊക്കെ പരിപാടികളുണ്ട്. അപ്പോൾ നമുക്കതിൽ നല്ലത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും ചൂസ് ചെയ്യാമല്ലോ. നമുക്കതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് സെലക്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലിക്കബിൾ ആക്കാം. അപ്പോൾ വെറുതെ എന്ത് ചെയ്യുക, ചുമ്മാ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ ഉണ്ട് ഞാനൊന്നും അറിയട്ടെ, നമുക്ക് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് രസം കൊള്ളാം. അപ്പോൾ അതങ്ങനെ ഒരു കാര്യം. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത് അതൊന്നുമല്ല. അതായത് ഇപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ റെസൊല്യൂഷൻസ് ഉണ്ടാവും. അതൊക്കെ നല്ല വൃത്തിയിൽ മനോഹരമായിട്ട് സുന്ദരമായിട്ട് റൊമാൻറ്റിക് ആയിട്ട് തന്നെ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പക്ഷേ അതോടുകൂടെ തന്നെ നമുക്ക് വേറൊരു പ്ലാനും കൂടി ഈ ഒരു വർഷം വേണം. അതായത് ഈ ഒരു വർഷത്തെ അക്കാദമിക് ഇയറിൽ നിങ്ങളുടെ ഒരു പരീക്ഷ ഇനി ബാക്കിയുണ്ട്. അതായത് മാർച്ചിൽ ഒരു എക്സാം കൂടി നിങ്ങൾക്ക് ബാക്കിയുണ്ട്. ഇപ്പോൾ ഓണം എക്സാം കഴിഞ്ഞു, ക്രിസ്മസ് എക്സാം കഴിഞ്ഞു, ഇനി ഒരു പബ്ലിക് എക്സാം കൂടി നിങ്ങൾക്ക് ബാക്കിയുണ്ട്. ഏത് ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് ആവട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പബ്ലിക് എക്സാം ഇനി ബാക്കിയുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പബ്ലിക് എക്സാമിൽ നമ്മളൊരു ഉഷാറായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കണം എന്നുള്ളൊരു റെസൊല്യൂഷൻ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എടുത്തു വെക്കുക. ഒരു രസത്തിന് എന്ത് ചെയ്യുക. ഇനിയിപ്പോൾ മേ ബി നിങ്ങൾക്ക് അത്ര സൂപ്പറായിട്ട് പഠിക്കാനൊന്നും ഒരു പക്ഷേ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് എന്താ ഒരു റെസൊല്യൂഷൻ എടുക്കുക. റെസൊല്യൂഷൻ എടുക്കാൻ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ എന്താ ഒരു റെസൊല്യൂഷൻ ഫസ്റ്റ് സെറ്റ് ചെയ്യുക, ഗോൾ സെറ്റ് ചെയ്യാം. അതായത് ഞാൻ ഈ വർഷം അടിപൊളിയാക്കും, ഈ വർഷം ഞാൻ പബ്ലിക് എക്സാമിന് സൂപ്പറായിട്ട് പഠിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനുള്ള പരിപാടികൾ ചെറിയ രീതിയിൽ ഇങ്ങനെ തുടങ്ങി വെക്കുക. ഇപ്പോൾ ലൈക്ക് നമ്മളെ ബാച്ചുകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റിവിഷൻ സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ ബാച്ചിലും ജസ്റ്റ് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഏതായാലും എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും ഫുൾ A+ വാങ്ങിക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഒന്നും മേ ബി ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ തീരെ ഒരു ഐഡിയ ഇല്ലാത്തൊരു കുട്ടിയോട് എന്തായാലും ഫുൾ A+ വാങ്ങിക്കണം, അതായിരിക്കണം നിൻ്റെ റെസൊല്യൂഷൻ, അങ്ങനെയൊന്നും പറഞ്ഞാൽ ഒരു ലോജിക്കില്ല. നമ്മളൊരു കപ്പാസിറ്റി അറിയാലോ. ഇപ്പോൾ 2 A+ വാങ്ങിക്കാൻ കഴിവുള്ളൊരു ചെക്കൻ എന്ത് ചെയ്യുക, മാക്സിമം പഠിച്ചു കഴിഞ്ഞാൽ, മാക്സിമം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അവനക്ക് മേ ബി പബ്ലിക് എക്സാമിന് ഒരു 3-4 A+ വാങ്ങാൻ പറ്റും. അവൻ അത് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 8 A+ നോർമലി വാങ്ങുന്ന ഒരാൾ ഒന്നും കൂടി എഫേർട്ട് എടുത്ത് പഠിച്ചാൽ 10 A+ വാങ്ങാൻ പറ്റും. അവനത് വാങ്ങിച്ചാൽ മതി. ഇനി ഒരു A+ കിട്ടാത്ത ഒരാൾ ഒന്നും കൂടി എഫേർട്ട് ഇട്ട് കൊടുത്താൽ മേ ബി 1-2 A+ കിട്ടും. അവനെ സംബന്ധിച്ച് അതൊരു വിജയമാണ്. അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യുക, നമ്മളെ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഉഷാറായിട്ട് പെർഫോം ചെയ്തിട്ട് ഒന്നും കൂടി സൂപ്പറാക്കുക. നമ്മളെ ഒന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്തിട്ട് നമ്മൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. അതാണ് നമ്മൾ 2026 ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോളായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. അത് നിങ്ങൾ എന്തായാലും സെറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഈ ഒരു പബ്ലിക് എക്സാമിന്, ഈ വർഷത്തെ പബ്ലിക് എക്സാമിന് എന്ത് ചെയ്യണം, മികച്ച രീതിയിൽ തന്നെ നിങ്ങൾ പെർഫോം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ആശംസ തരുന്നു. പിന്നെ അതുപോലെ തന്നെ അടുത്ത വർഷം, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 8ാം ക്ലാസ്സിലാണെങ്കിൽ അടുത്ത വർഷം 9-ലായിരിക്കും, 7ാം ക്ലാസ്സിലാണെങ്കിൽ അടുത്ത വർഷം 8-ലായിരിക്കും, 9ആണെങ്കിൽ അടുത്ത വർഷം 10-ലായിരിക്കും. ആ ഒരു വർഷം നമുക്ക് എന്ത് ചെയ്യണം, സൂപ്പറാക്കണം. കാരണം അതും 2026 ഒരു ഭാഗമാണ്. നിങ്ങളുടെ അടുത്ത വർഷത്തെ ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും ഒക്കെ ഈ ഒരു ഇയറിലാണ് വരുന്നത്, 2026 വരുന്നത്. അതൊക്കെ നമുക്ക് സൂപ്പറാക്കണം. അപ്പോൾ എനിവേ എല്ലാവർക്കും എല്ലാവരുടെ റെസൊല്യൂഷനും എല്ലാവരുടെ പ്ലാൻസും കാര്യങ്ങളൊക്കെ അതിമനോഹരമാക്കാനും സുന്ദരമാക്കാനും അപ്ലിക്കബിൾ ആക്കാനും നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഒരു ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ.